വെളിയങ്കോട് ലോക്കം ബ്രിഡ്ജിന്റെ ഗേറ്റ് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. രണ്ടാം ഘട്ട നിർമ്മാണം അടുത്ത വർഷം മാർച്ചിൽ പൂർത്തിയാകും. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വെളിയങ്കോട് ലോക്കം ബ്രിഡ്ജിന്റെ നിർമ്മാണം രണ്ടാം ഘട്ടത്തിൽ പുരോഗമിക്കുന്നു. 3 ഘട്ടങ്ങളിലായാണ് പദ്ധതിയുടെ നിർമ്മാണം നടക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ ലോക്ക് വാളിന്റെയും ബ്രിഡ്ജിന്റെയും നിർമ്മാണം പൂർത്തിയായി. നിലവിൽ രണ്ടാം ഘട്ടത്തിൽ മെക്കാനിക്കൽ ജോലികളാണ് നടക്കുന്നത്. ഉപ്പുവെള്ളം തടയുന്നതിനുള്ള ഗേറ്റിന്റെ നിർമ്മാണം ഈ ആഴ്ച പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് ഇലക്ട്രിക്കൽ ജോലികൾ ആരംഭിക്കും. ഇതോടൊപ്പം പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. 2022 നിർമ്മാണം ആരംഭിച്ചത്. രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നതോടെ ലോക്ക് സംവിധാനം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകും. മൂന്നാം ഘട്ടത്തിലാണ് ശേഷിക്കുന്ന അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പദ്ധതി സമ്പൂർണ്ണമായി കമ്മീഷൻ ചെയ്യുക. 4.5 മീറ്റർ വീതിയിലും 25 മീറ്റർ നീളത്തിലുമായ ഒറ്റവരിപ്പാലമാണ് നിർമ്മിച്ചിരിക്കുന്നത്. കനോലി കനാലിന് കുറുകെ വെളിയങ്കോട് പൂക്കൈതക്കടവിനോട് ചേർന്നാണ് ലോക്കം ബ്രിഡ്ജ് സ്ഥാപിച്ചിരിക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടെ വെളിയങ്കോട്, മാർജേരി, പെരുമ്പടപ്പ് പഞ്ചായത്തുകളിലെ കുടിവെള്ള ജലസേചന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. കൂടാതെ ഗുരുവായൂർ മണ്ഡലത്തിലെ പുന്നയൂർക്കുളം, പുന്നയൂർ പഞ്ചായത്തുകൾക്കും ഗുരുവായൂർ, ചാവക്കാട് നഗരസഭകൾക്കും കുടിവെള്ള ജലസേചന ആവശ്യങ്ങളിൽ പദ്ധതി ഗുണകരമാകും. ലോക്കം ബ്രിഡ്ജും അപ്രോച്ച് റോഡും ഉൾപ്പെടെ 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകെ 43.97 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവഴിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നബാർഡിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വിഹിതം ഉൾപ്പെടെ 29.87 കോടി രൂപ ചെലവഴിച്ചാണ് ലോക്ക് വാളും ബ്രിഡ്ജും ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങൾ പൂർത്തിയാക്കിയത്. കാസർഗോഡ് MS ബിൽഡേഴ്സിനാണ് നിർമ്മാണ ചുമതല.